സുപ്രഭാതം ന്യൂസ് ക്യാൻ ഇത്തവണ ചർച്ച ചെയ്യുന്നത് ഗവർണറുടെ മേൽനോട്ടത്തിൽ ഗവർണർ വിദ്യാഭ്യാസ രംഗത്തൊക്കെ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാവ്യവൽക്കരണം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈയിടെയായിട്ട് വീണ്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പമുള്ള സുപ്രഭാതത്തിൻ്റെ ന്യൂസ് കോർഡിനേറ്റർ ജോഷ് ചേട്ടനാണ്. ജോഷ് ചേട്ടാ, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് പിണറായി സർക്കാരിൻ്റെ 2 ഘട്ടങ്ങളിലും ഗവർണറുമായിട്ടുള്ള ഭയങ്കര ഒരു പോര് ഉണ്ടായിരുന്നു. ആരിഫ് ഖാൻ ആയിരുന്നപ്പോഴും ഒക്കെ ഈ സർക്കാർ അധികാരമായിട്ട് ഇത്ര നാൾ വലിയ കുഴപ്പമില്ല വരികയായിരുന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പം ഗവർണർ അർലേക്കറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ, താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിലായാലും ഇപ്പോൾ കാർഷിക സർവകലാശാലയിലായാലും ഒരു കാവ്യവൽക്കരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എന്താണ് പിന്നെ ഈ ഒരു സർക്കാരുമായിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ഗവർണറുടെ ഒരു പോരാട്ടം? നമ്മൾ ഇപ്പം UDF സർക്കാർ വന്നു, VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ LDF സർക്കാർ, അതായത് പിണറായിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും, അതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, പുറത്ത് തെരുവിലേക്കൊക്കെ കൂടി വലിയ രീതിയിൽ ഭരണത്തെ ഒക്കെ ബാധിക്കുന്ന രീതിയിൽ തന്നെ ഈ പോര് നീണ്ടുപോയതാണ്. അപ്പോൾ അതിന് ശേഷം VD സതീശൻ സർക്കാർ വന്നു. അന്ന് നമ്മൾ ഇതിനെ വിലയിരുത്തിയത് VD സതീശൻ സർക്കാരിൻ്റെ ഗവർണറുമായിട്ടുള്ള ഒരു ഏത് രീതിയിലുള്ള നയമാണ് പിന്തുടരുന്നതെന്ന് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിമർശനപരമായിട്ടൊക്കെ ആണെങ്കിലും ചൂണ്ടിക്കാട്ടിയ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നയപ്രഖ്യാപന പ്രസംഗത്തിൽ നമ്മൾ കേന്ദ്രത്തെ വിമർശിച്ചില്ല എന്നൊരു. പിന്നെ രണ്ടാമത് ബജറ്റ് വന്നപ്പോൾ ബജറ്റിലും ഇത് പരാമർശിക്കാതെ, അതായത് ഒരു കേന്ദ്ര വിരുദ്ധ നിലപാട് സ്വീകരിക്കാതെ മറിച്ച് ഒരു സഹകരണ നിലപാടിലേക്ക് പോകാം. നമുക്കറിയാം, കേന്ദ്രം എന്ന് പറയുന്നതിൻ്റെ ഒരു പാലെന്ന് വേണമെങ്കിൽ ഗവർണറെ ഇവിടെ വിശേഷിപ്പിക്കാം. അപ്പോൾ എന്നാൽ ഗവർണർ ആ രീതിയിലല്ല പോയത് എന്നാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഗവർണർ എങ്ങനെയാണോ തൻ്റെ മുൻ സർക്കാരിൻ്റെ കാലത്തെടുത്ത നിലപാട്, അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കാരണം അവരെ വ്യത്യാസം വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് നമ്മൾ കേവലം ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു അർലേക്കറുടെ തീരുമാനവും ഒന്നുമല്ല. കുറച്ച് നാളുകളായി രാജ്യത്തൊട്ടാകെ, നമ്മുടെ മുമ്പിൽ കേരളത്തിലൊക്കെ ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുക എന്നതിൽ അതിൻ്റെ പ്രധാന സ്ഥാനത്തേക്ക് ഗവർണർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള അതിലേറ്റവും എളുപ്പം ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന കേരളത്തിലെ സർവകലാശാലകളിൽ അവർക്ക് അല്ലെങ്കിൽ ആ സംഘപരിവാർ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരിക, അതിൻ്റെ സെനറ്റിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനത്തെ വിഷയങ്ങളാണ്. ഒരു പടി കൂടി അപ്പുറം കടന്ന് മുൻ സർക്കാരിൻ്റെ കാലത്ത് അത് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ വരെ ഒപ്പുവെക്കാൻ വൈകിക്കൊണ്ടുള്ള കാരണസ്തംഭനത്തിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ പുതിയ സർക്കാരിൻ്റെ കാലത്ത് അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും, അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും, 2 നിയമനങ്ങൾ, 2 VC നിയമനങ്ങളിൽ താൽക്കാലികമാണ് എങ്കിലും അതെ ആലോചനയിലാണ്. അപ്പോൾ 2 നിയമനങ്ങളിൽ നമ്മളിത് കണ്ടു. MG സർവകലാശാലയിൽ ആദ്യമായി. പക്ഷേ MG സർവകലാശാലയിൽ ഗവർണർ ഒരു സംഘപരിവാർ ബന്ധമുള്ള ഒരു VC നിയമിച്ചപ്പോൾ പറഞ്ഞത് സർക്കാർ പാനൽ കൊടുത്തില്ല എന്നായിരുന്നു പറഞ്ഞത്. അത് ഏറെക്കുറെ വസ്തുതയുമായിരുന്നു. കാരണം പെട്ടെന്നുള്ള ഇതിൽ സർക്കാർ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുശേഷം പക്ഷേ കാർഷിക സർവകലാശാലയിൽ പാനൽ കൊടുത്തിരുന്നു. ഇപ്പോൾ ഗവർണർ പറഞ്ഞ ഒരാളുടെ പാനലേ ഉള്ളൂ, സീനിയോറിറ്റി അതിനെക്കാട്ടിയും കൂടുതലാണ് ഇപ്പോൾ നിലവിൽ VC ആക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ കൊടുത്തു. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനാണ്. കാരണം നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ കൃഷിമന്ത്രി പറഞ്ഞതുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുണ്ട്. അവരൊക്കെ വ്യക്തമായി അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് പാനൽ കൊടുത്തിരുന്നു. പക്ഷേ ആ പാനൽ പൂർണ്ണമായിട്ടും വെട്ടിക്കൊണ്ടാണ് സജിത റാണിയെ, അവരാണെങ്കിൽ ഒരു സംഘപരിവാർ അനുകൂല അധ്യാപക പരിഷത്തിൻ്റെ നേതാവ് കൂടിയാണ്. അപ്പം ഒന്നാമത് ഇത്തരം ആൾക്കാരെയൊക്കെ സർവകലാശാലകളിൽ VC-മാരായിട്ട് നിയമിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഈ സർവകലാശാലയുടെ അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ലക്ഷ്യം, ഇതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന ഒരു നടപടി കൂടിയാണ്. അപ്പോൾ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ സർവകലാശാലകളിൽ ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇത് പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സർവകലാശാല എന്ന ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ
ഇത്തരം രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള നിയമനങ്ങളും അല്ലെങ്കിൽ അരുവട്ട് പോയാൽ എം ജി സർവകലാശാലയെ ചേർത്ത് പറയേണ്ടത് അവിടുത്തെ സെനറ്റിലേക്ക് വന്നതിൽ സംഘപരിവാർ അത് 19 പേരെയാണ് ഇത്തരം കാവ്യവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയുന്ന ഇത് സർവകലാശാലയെ അതിൻ്റെ നിലവാരത്തെ സർവകലാശാല ഗവേഷണത്തിനാണല്ലോ മുൻതൂക്കം കൊടുക്കുന്നത്, അതിനൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോര് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതാണ്. അപ്പോൾ ഇതില്ലാതെ ഇത് സംശുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമം നടത്തും. ഇപ്പോഴും സർക്കാർ വലിയ ഒരു യുദ്ധത്തിനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഗവർണർ അർലേക്കറുടെ ഈ നിലപാടിനെതിരെ വലിയ യുദ്ധത്തിനൊന്നും ഭരണപക്ഷം പോകുന്നില്ല. സിദ്ദീഖിന്റെ പ്രതികരണം വളരെ വൈകി എന്നൊക്കെ പറഞ്ഞ് സിദ്ദീഖിന്റെ പ്രതികരണം തന്നെ വളരെ വൈകിട്ടുണ്ട്. അപ്പം ഒരു അനുരഞ്ജനത്തിലൂടെ പോകുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ മന്ത്രി ശക്തമായ ഭാഷയിൽ റോജി അല്പം കൂടെ ശക്തമായ ഭാഷയിൽ രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും, അതായത് എം ജിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോഴും അതിനുശേഷം കാർഷിക സർവകലാശാല ഇഷ്യൂ ഉണ്ടായപ്പോഴും അതായത് VC നിയമം നടത്തിയപ്പോൾ റോജി അല്പം കൂടി കടുത്ത ഭാഷയിൽ പറഞ്ഞു. പക്ഷെ അത്രയൊന്നും ഇപ്പം സിദ്ദീഖിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. പിന്നെ രണ്ടാമത് മുഖ്യമന്ത്രിൻ്റെ ഒരു നിലപാട് ഇവിടെ ഉണ്ട്. വി സതീശൻ്റെ ഇതിൻ്റെ നിലപാട് എന്താണെന്നുള്ളതൊക്കെ നമുക്ക്. അപ്പോൾ എന്തായാലും ഇത് അവരവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കാവ്യവൽക്കരണത്തിലേക്ക് വേണ്ടിയുള്ള അജണ്ട നടപ്പിലാക്കാൻ ഇറങ്ങിയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനി എന്തെല്ലാം രീതിയിലുള്ള പ്രതിരോധം ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ നിർണായകമായി കേരളം ഉറ്റുനോക്കുന്ന ഒരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരുപക്ഷെ വരും ദിവസങ്ങളിലായിരിക്കും അത് നമുക്ക്. അതിനോട് നമ്മൾ ചേർത്ത് വെക്കാവുന്ന ഒരു സംഭവമായിരുന്നു ഈ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ RSSൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തല്ലോ അടുത്തിടെ. അതും ഒരു വലിയ അതിനെ മുഖ്യമന്ത്രി ഒക്കെ അടക്കം വിമർശിക്കുകയും ചെയ്തു. തീർച്ചയായും. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എങ്ങോട്ടാണ് ഈ ഒരു, കാരണം പ്രധാന സർവകലാശാലകളിലെല്ലാം ഇത്തരം ഒരു അജണ്ട വരുന്നു, അവർ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എങ്ങോട്ടായിരിക്കും ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പോക്ക് എന്നൊരു ചോദ്യം വരുന്നില്ലേ? തീർച്ചയായും. നമ്മൾ ഭയപ്പെടുന്നത് പോലെ അത് ഏകദേശം സംഭവിച്ചു കഴിഞ്ഞൊരു സാധനമില്ലാണേ. നമ്മളിപ്പം ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സർവകലാശാലകൾ അതിൻ്റെ ഒരു കാവ്യവൽക്കരണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി, അതായത് സർവകലാശാലയിലെ അധിപരായിരിക്കുന്ന ആൾക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിക്ക് പോവുക, അതുപോലെ തന്നെ അവർ അതിൻ്റെ ഭാഗമാണെന്ന് അവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തോടും അതാണ് ആ മെസ്സേജ്. അതേറ്റവും അപകടകരമായൊരു മെസ്സേജാണ്. കാരണം ഞങ്ങൾ ഇതിൻ്റെ വക്താക്കളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ പക്ഷം അനുകൂലികളാണ് എന്ന് പറയുന്നത് ഒരു സർവകലാശാല എന്ന് പറയുന്ന ഉന്നതമായ ആ വിദ്യാഭ്യാസ നമ്മൾ അതിൻ്റെ ഒക്കെ ഒരു വിരുദ്ധമായ അതിൻ്റെ ആശയങ്ങളോടും അതിൻ്റെ ലക്ഷ്യങ്ങളോടൊക്കെ വിരുദ്ധമായൊരു ഇതാണിത്. അപ്പോൾ ഇപ്പോൾ അടുപ്പിച്ച് ഇത് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ അത് RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. ഇവിടെ കാസർഗോഡ് നടന്ന പരിപാടിയിൽ അവിടെ പങ്കെടുത്തു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇത്ര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു കാര്യം സംശയം. ഒപ്പം തന്നെ നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ ഈ കാവ്യവൽക്കരണത്തിൻ്റെ ഒരു വലിയ ഇതിലേക്ക് എത്തും. അത് സമൂഹത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും പൊതുസമൂഹത്തിനും ഒന്നും ഗുണം ചെയ്യുകയില്ല, നല്ല നടപടിയുമല്ല.